ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ചിക്കൻ വെച്ചിട്ട് ഒരു മന്തി പോലെ ഒരു ചിക്കൻ റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് ഓയിലും ഒഴിക്കുന്നുണ്ട്. ബട്ടർ കരിഞ്ഞു പോകാണ്ടിരിക്കാനാട്ടോ ഞാൻ ഓയിൽ ഒഴിച്ചത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനെ നമ്മളെ കയ്യിൽ എല്ലാ സ്പൈസസും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ മുറിച്ച് വെച്ച ബാക്കി ക്യാപ്സിക്കവും 2 പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് അധികം പഴുക്കാത്ത ഒരു ചെറിയ തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മളെ കയ്യിലുണ്ട് ഒരു മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ. പച്ചക്കറിയിലേക്ക് അതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കോഴി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് അറബിക് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു അരിൻ്റെ അളവ് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് പാർന്നു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ വേവുന്നവരെ ഇങ്ങനെ വെച്ചിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനൊക്കെ ഓരോന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കുക്കറിലുള്ള വെള്ളം ഏകദേശം അളവ് നോക്കിയിട്ട് ബാക്കി അരിക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അതും കൂടി ഇതിലേക്ക് പാർന്നു കൊടുത്ത് തിളച്ചതിന് ശേഷം അരി ഇടുക. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് റെഡിയാണോ എന്ന് നോക്കി അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. എന്നിട്ട് അതിൻ്റെ പ്രഷർ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ആ സമയം കൊണ്ട് നമ്മൾ കോരി വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് അറബിക് മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മളെ കുക്കറിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ചിക്കനും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. കാണാനൊക്കെ നല്ല രസത്തിൽ ചിക്കനും ചോറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിൽ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം പോലെ ഉണ്ടാക്കി നോക്കിയ റൈസ് ആണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ബായ്.